അത് പരിഹരിക്കാൻ വേണ്ടി അവളെയും കൂട്ടിക്കൊണ്ട് ഞാൻ പ്രിയന്റെ വീട്ടിലേക്ക് പോയതായിരുന്നു. വെറുതെ അല്ല പാറു തിരിച്ചു വന്നപ്പോ വിഷമിച്ചിരുന്നത്. ആ വീട്ടിൽ എന്തൊക്കെ പുകിലാണാവോ നടന്നത്. ഞാനും പ്രിയന്റെ അമ്മയും പാറുവിനോട് ഒരുപാട് സംസാരിച്ചു നോക്കി. എന്നിട്ടും പാറു പ്രിയനെ കല്യാണം കഴിക്കാൻ സമ്മതിച്ചില്ല. 3 മാസത്തിനുള്ളിൽ പ്രിയന്റെ കല്യാണം നടന്നില്ലെങ്കിൽ അവൻ അതിനുള്ള യോഗം ഇല്ലെന്ന് ശോഭ പറഞ്ഞപ്പോ പാറു എന്താ പറഞ്ഞെന്ന് നിങ്ങൾക്കറിയാമോ? അവൾ എന്താ മാഡം പറഞ്ഞത്? 3 മാസത്തിൽ പ്രിയന്റെ കല്യാണം നടത്തണമെങ്കിൽ വേറെ ഏതെങ്കിലും പെൺകുട്ടിയെ അവന് വേണ്ടി ആലോചിക്കുന്നതാ നല്ലതെന്നാ അവള് പറഞ്ഞത്. ശോഭയും കുടുംബവും അത് കേട്ട് തകർന്നു പോയി. പാറു ഇങ്ങനെയൊക്കെ സംസാരിക്കുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പോലും കഴിഞ്ഞില്ല. എന്തോ സമ്മർദ്ദത്തിൽ വീണതുകൊണ്ടാ അവൾ അങ്ങനെയൊക്കെ പറഞ്ഞതെന്നാ എനിക്ക് തോന്നുന്നത്. പ്രിയനെ വിട്ട് കളഞ്ഞതിന്റെ വിഷമത്തിലായിരിക്കും പാറു ഇപ്പൊ ഉള്ളത്. പ്രിയൻ കൂടെ ഇല്ലെങ്കിൽ പാറുവിന് ജീവിക്കാൻ കഴിയില്ല മാഡം. അവള് പെട്ടെന്നുള്ള പേടിയിൽ പറഞ്ഞു പോയതായിരിക്കും. പാറു എന്തിനാ പേടിക്കുന്നേന്നാ എനിക്ക് മനസ്സിലാവാത്തത്. പൊതുവെ പ്രണയത്തിനെതിരായി നിൽക്കുന്നത് മാതാപിതാക്കളായിരിക്കും. പക്ഷെ ഇവിടെ പ്രിയന്റെ അമ്മ പാറുവിനെ സ്വീകരിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നുണ്ട്. പാറുവിന്റെ അച്ഛനെയും അമ്മയും സമ്മതിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്കും നല്ല ഉറപ്പുണ്ട്. പിന്നെ പാറു എന്തിനാ മടിച്ചു നിൽക്കുന്നത്? പ്രിയന്റെ അമ്മ പാറുവിനെ സ്വന്തം മോളെ പോലെയാ കാണുന്നത്. അവരോട് പാറു ഇത്രയും മോശമായി സംസാരിച്ചപ്പോ അവർക്ക് എന്തുമാത്രം വിഷമം തോന്നിക്കാണും. മാഡം, പാറുവിനെ പ്രിയന്റെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നേന്ന് ഞങ്ങളോട് പറഞ്ഞിരുന്നെങ്കിൽ ഞങ്ങളും കൂടെ വന്നേനെ. അവളെ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ലായിരുന്നു. ദേഷ്യം പിടിക്കുമ്പോ അവളിങ്ങനെ ഭ്രാന്തി പിടിച്ചതുപോലെ ഓരോന്ന് കാണിച്ചു കൂട്ടും. ഞങ്ങളാണ് ഓരോന്ന് പറഞ്ഞ് അവളെ സമാധാനിപ്പിക്കുന്നത്. ഇന്നലെ എന്റെ കൂടെ ഉണ്ടായിരുന്നത് നമ്മൾ എപ്പോഴും കാണാറുള്ള പാറു ആയിരുന്നില്ല. പ്രിയനെയും കുടുംബത്തെയും മാനസികമായി തകർക്കുകയായിരുന്നു അവളുടെ ലക്ഷ്യമെന്ന് എനിക്ക് തോന്നിപ്പോയി. ഇപ്പോഴും കാര്യങ്ങൾ കൈവിട്ട് പോയിട്ടില്ല. നിങ്ങൾ പാറുവിനോടൊന്ന് സംസാരിക്ക്. അവളെ ഉപദേശിച്ച് ചെയ്ത തെറ്റ് തിരുത്താൻ പറ. പ്രിയനെ കല്യാണം കഴിക്കാൻ അവള് തയ്യാറായ ശോഭ ഇപ്പോഴും അവളെ സ്വീകരിക്കുമെന്നാണ് എന്റെ വിശ്വാസം. അവക്ക് വേണ്ടി ഞാൻ സംസാരിക്കാം. നിങ്ങൾ പാറുവിനെ എങ്ങനെയെങ്കിലും സമ്മതിപ്പിക്ക്. അവൾക്ക് എന്താ വട്ട് പിടിച്ചോ? പ്രിയഞ്ചേട്ടനല്ലാതെ മറ്റാരും അവളുടെ അവസ്ഥ മനസ്സിലാക്കി അവൾക്കൊരു ജീവിതം കൊടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവള് കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്കും അറിയില്ലേ? അവളീ ചെയ്തു കൂട്ടുന്നതിന്റെയൊക്കെ ഭവിഷ്യത്ത് എന്താണെന്ന് പോലും ചിന്തിക്കാതെയാ പാറു എടുത്തു ചാടുന്ന. അവളെ എങ്ങനെയെങ്കിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കണം. വാ, നമുക്ക് അവളെ എവിടെയാന്ന് കണ്ടുപിടിക്കാം. വാ. എന്താ അമ്മേ ചെയ്യുന്നത്? നിന്റെ വിവാഹത്തെക്കുറിച്ച് ഒരുപാട് സ്വപ്നം കണ്ടിട്ടാ ഞാൻ ഈ താലി വാങ്ങിയത്. പക്ഷേ അതൊന്നും ഇനി നടക്കില്ലെന്ന് എനിക്ക് മനസ്സിലായി. എനിക്കത് നേരത്തെ മനസ്സിലായതാ. നിങ്ങൾക്കാണ് ഇത്രയും സമയം എടുത്തത്. ദർശനെ, നീ ഒന്നും മിണ്ടായിരിക്കെ. ഇനി എന്റെ വായടപ്പിക്കാനാണോ ചേട്ടൻ ശ്രമിക്കുന്നത്? പാറുവിന് ചേട്ടനെ കല്യാണം കഴിക്കാനുള്ള ഉദ്ദേശം ഇല്ലെന്ന് ഞാൻ പലവട്ടം പറഞ്ഞല്ലേ? നിങ്ങൾ കേട്ടോ? അവക്ക് ഈ കുടുംബത്തോട് ഒരു സ്നേഹവും ഇല്ല. അമ്മേ, ഇവള് പറയുന്ന ഒന്നും അമ്മ കാര്യമായിട്ട് എടുക്കരുത്. പാറു ഈ കുടുംബത്തിന് വേണ്ടി എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് അമ്മയ്ക്കറിയില്ലേ? അവൾ ചെയ്തതിനെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല.
അവൾ ഇപ്പൊ ചെയ്തോണ്ടിരിക്കുന്നതാണ് എന്റെ പ്രശ്നം. അടുത്ത 3 മാസത്തിനുള്ളിൽ കല്യാണം നടത്തിയില്ലെങ്കിൽ നിനക്ക് കല്യാണ യോഗം ഇല്ലെന്ന് ഞാൻ പറഞ്ഞിട്ടും അവൾ എന്റെ അവസ്ഥ മനസ്സിലാക്കിയില്ലല്ലോ. മുഖത്തടിച്ചതുപോലെ നിനക്ക് കല്യാണം കഴിക്കാൻ വേറെ പെൺകുട്ടിയെ ആലോചിച്ചോളാൻ അവൾ എന്നോട് പറഞ്ഞില്ലേ? അത് പെട്ടെന്നുള്ള ടെൻഷനിൽ അവൾ അറിയാതെ പറഞ്ഞു പോയതാ അമ്മേ. അവൾ അങ്ങനെ പെട്ടെന്ന് എടുത്തിയാടി പറഞ്ഞതൊന്നും അല്ല. ഇത് അവള് നന്നായി ആലോചിച്ചെടുത്ത തീരുമാനം പോലെയാ എനിക്ക് തോന്നുന്നത്.